ഈജിപ്ഷ്യൻ കല്ലറ നോവൽ തുടർച്ച അധ്യായം 2. സ്ട്രോങ്വുഡ് കിസിഞ്ചർ പറഞ്ഞത് 50-50 എന്നാണ്. ആ കാര്യം താങ്കൾ മറന്നിട്ടില്ലല്ലോ അല്ലേ? മൈക്കിൾ സ്ട്രോങ്വുഡിൻ്റെ തോളത്ത് തട്ടിക്കൊണ്ട് പറഞ്ഞു. 50-50 കൊടുക്കണം, പകുതിയല്ല മുഴുവൻ. ഒരു സെൻറ്റ് പോലും ഞാൻ കൊടുക്കില്ല. സ്ട്രോങ്വുഡിൻ്റെ ഭാവം മാറിയത് പെട്ടെന്നായിരുന്നു. അതുകൊണ്ട് മൈക്കിൾ സ്റ്റേജ് അമ്പരന്ന് പോയി. ക്ലിയോപാട്രയുടെ മമ്മി പേടകവുമായി ഗ്രിഗറി ബ്രൗണും സംഘവും യാത്ര തുടർന്നു. കാർ അസ്വാൻ അണക്കെട്ടിന് സമീപമെത്തി. പെട്ടെന്ന് അതിഭയങ്കരമായ ചുഴലിക്കാറ്റ് ആഞ്ഞടിക്കുവാൻ തുടങ്ങി. കോരിച്ചെരിയുന്ന പേമാരിയും. എബ്രഹാം സ്കോട്ട് കാർ നിർത്തി. കാറിനെ ഒരു ചുഴലിക്കാറ്റ് ഒരു തീപ്പെട്ടി പോലെ പറത്തിക്കളയുമെന്ന് മൂവർക്കും തോന്നി. അടുത്ത നിമിഷം മെറിൻ ഞെട്ടിപ്പിക്കുന്ന ആ കാഴ്ച കണ്ടു. ചുഴലിക്കാറ്റിന് നടുവിൽ അവ്യക്തമായൊരു മനുഷ്യരൂപം. അതൊരു സ്ത്രീരൂപം പോലെ അവർക്ക് തോന്നിച്ചു. നോക്ക്, നമ്മുടെ കാറിന് ചുറ്റും മാത്രമേ ചുഴലിയുള്ളൂ. അപ്പുറത്തൊന്നും നേരിയ കാറ്റ് പോലുമില്ല. വിറച്ചുകൊണ്ട് എബ്രഹാം പറഞ്ഞു. പെട്ടെന്ന് കാറ്റ് കാറിനെ പൊക്കിയെടുത്ത് താഴേക്കിട്ടു. കാറിനുള്ളിൽ നിന്നും ആർത്തനാദം മുഴങ്ങി. അന്ന് വൈകുന്നേരമാണ് സ്ട്രോങ്വുഡ് വിവരമറിയുന്നത്. കാർ അപകടത്തിൽ ഗ്രിഗറി ബ്രൗണിനും മകൾക്കും പരിക്കേറ്റു. ഡ്രൈവർ എബ്രഹാം സ്കോട്ട് തൽക്ഷണം മരിച്ചു. മെറിൻ്റെ കാൽ ഒടിഞ്ഞിട്ടുണ്ട്. ജെറാൾഡ് മർഫി പറഞ്ഞ കാര്യം സ്ട്രോങ്വുഡ് ഓർമ്മിച്ചു. ആ മമ്മി പേടകം ദുരന്തങ്ങൾ മാത്രമേ വിതയ്ക്കാറുള്ളൂ. അസംബന്ധം, ഓരോ അന്ധവിശ്വാസങ്ങൾ. സ്ട്രോങ്വുഡ് അങ്ങനെ സമാധാനിച്ചു. വിവരമറിഞ്ഞ ജെറാൾഡ് മർഫി പറഞ്ഞത് ഇങ്ങനെയാണ്. ആ മമ്മി കാരണം എത്ര പേർക്ക് ജീവഹാനി സംഭവിക്കുമോ എന്തോ. ക്ലിയോപാട്രയുടെ മമ്മി പേടകം ഗ്രിഗറി ബ്രൗണിൻ്റെ ഫാക്ടറിയിൽ വളരെ ഭദ്രമായി ഒരു മുറിയിൽ സൂക്ഷിച്ചു. ഗ്രിഗറിനും മെറിനും ഹോസ്പിറ്റലിൽ നിന്നും മടങ്ങി വന്നു. എബ്രഹാം സ്കോട്ടിൻ്റെ മരണം ഗ്രിഗറിക്ക് കനത്ത ഒരാഘാതം തന്നെയായിപ്പോയി. മെറിൻ ഊന്നുവടിയുടെ സഹായത്തോടെയാണ് ടോയ്ലറ്റിലും മറ്റും പോകുന്നത്. 4 മാസം പ്രഗ്നൻ്റ് ആയിരുന്നു അവൾ. ഭർത്താവ് റോബിൻസണുടെ ഫോണിലൂടെ വിവരമറിയിച്ചിരുന്നു. അടുത്ത ദിവസം രാവിലത്തെ ഫ്ലൈറ്റിന് റോബിൻസൺ കെയ്റോയിൽ എത്തിച്ചേരുമെന്ന് പറഞ്ഞു. ഫാക്ടറിയിലെ ജീവനക്കാരെല്ലാം വളരെ വിധിയോടെയാണ് പേടകത്തിൻ്റെ കാര്യം ചർച്ച ചെയ്തിരുന്നത്. എന്തോ മഹാദുരന്തം തങ്ങളെ ത്രസിക്കാൻ പോകുന്നുണ്ടെന്ന് ഓരോരുത്തരുടെയും മനസ്സ് മന്ത്രിച്ചു കൊണ്ടിരുന്നു. പിറ്റേന്ന് ഉച്ചയോടുകൂടി റോബിൻസൺ ഫാക്ടറിയിലെത്തി. ഒരു സ്പാനിഷ് കമ്പനിയിലെ ജോലിക്കാരനായിരുന്നു അയാൾ. വിവരങ്ങളൊക്കെ അറിഞ്ഞ റോബിൻസണും എന്തൊക്കെയോ ആപത്ശങ്കകൾ തോന്നി. ആ കാര്യം അയാൾ മെറിനോട് പറയുകയും ചെയ്തു. നിന്റെ ഡാഡിക്കെന്താ വയസ്സാങ്കാലത്ത് തലയ്ക്ക് വട്ടുണ്ടോ? ഇത്രയും ഡോളർ മുറുക്കി ഇതുപോലൊരു മമ്മി വാങ്ങാൻ? റോബിൻസൺ ദേഷ്യത്തോടെ ചോദിച്ചു. ദാ അപ്പുറത്ത് ഡാഡി ഇരിപ്പുണ്ട്, നേരിട്ട് പോയി ചോദിച്ചാട്ടെ. അവൾ രോക്ഷാകുലരായി. ഒരു നവോദയെ പോലെ രാത്രി കടന്നു വന്നു. റോബിൻസണും മെറിനും നേരത്തെ കിടന്നു. ഗ്രിഗറി ബ്രൗൺ മമ്മിയെപ്പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പലരും പറഞ്ഞതാണ് പണം കൊടുത്ത് ദുരന്തങ്ങൾ വാങ്ങിക്കരുതെന്ന്. പക്ഷെ അന്ധവിശ്വാസങ്ങളിലൊന്നും താൻ ഇതുവരെ വിശ്വസിച്ചിട്ടില്ല. ഇപ്പോൾ ആ കാർ ആക്സിഡന്റ് യാദൃച്ഛികമാണ്. എത്ര ശ്രമിച്ചു നോക്കിയിട്ടും വിശ്വസിക്കാനാവുന്നില്ല. ചുഴലിക്കാറ്റും മഴയും ഉണ്ടാവുക, അത് തങ്ങളുടെ കാറിന് ചുറ്റും മാത്രം. കൂടുതൽ ആലോചിച്ചാൽ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുമെന്ന് ഗ്രിഗറി ബ്രൗണിനും തോന്നി. അയാൾ തലേ ദിവസം ബാക്കി വെച്ചിരുന്ന കൊണ്യാക്കിൻ്റെ കുപ്പി തുറന്ന് വായിലേക്ക് കമഴ്ത്തി. തലയ്ക്ക് ലഹരി ബാധിച്ചപ്പോൾ ഗ്രിഗറി ബ്രൗൺ ഉറങ്ങാൻ കിടന്നപ്പോഴേ ഉറങ്ങിപ്പോയി. കൊടുങ്കാറ്റ് ആഞ്ഞടിക്കാൻ തുടങ്ങി. കോരിച്ചെരിയുന്ന മഴ. പെട്ടെന്ന് ഫാക്ടറി തകർന്നു വീണു. ആ മമ്മി പേടകത്തിനുള്ളിൽ നിന്നും ഒരു ഭീകര ജീവി ഇറങ്ങി. കടവായിൽ തേറ്റപ്പല്ലുകളും കൂർത്തുമൂർത്ത നഖങ്ങളുമുള്ള ഒരു വൃത്തികെട്ട ജീവി. അത് ഗ്രിഗറി ബ്രൗണിൻ്റെ കിടക്കക്കരികിലേക്ക് അലറിക്കൊണ്ടുവന്നു. അയ്യോ! ഗ്രിഗറി ബ്രൗൺ ചാടി എഴുന്നേറ്റു. താൻ കണ്ടത് സ്വപ്നമാണെന്ന് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കുറേ സമയം വേണ്ടിവന്നു. അപ്പോൾ റോബിൻസൺ മെറിൻ്റെ വടിവയറ്റിൽ മുത്തമിട്ടു. എന്നിട്ട് പറഞ്ഞു, ഇതൊരു പെൺകുഞ്ഞാണ്, എനിക്കുറപ്പാണ്. അല്ല, ആൺകുഞ്ഞാ. എൻ്റെ മമ്മി മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞത് എനിക്ക് ആദ്യം ഉണ്ടാവുന്നത് ആൺകുട്ടിയായിരിക്കുമെന്നാ. അവനു വേണ്ടി മമ്മിയുടെ സമ്പാദ്യം മുഴുവൻ ബാങ്കിലിട്ടിട്ടുണ്ട്. അവളുടെ മുടിയിഴകളിൽ തഴുകിക്കൊണ്ട് മെറിൻ അങ്ങനെ പറഞ്ഞു. റോബിൻസൺ നൈറ്റ് ഗൗണിൻ്റെ മുകളിൽ മുതൽ താഴെ വരെയുള്ള കുടുക്കുകൾ അഴിച്ചു.
പിന്നെ അത് 2 വശത്തേക്കുമായി പകുതുവെച്ചു. എൻ്റെ സുന്ദരി മോൾക്ക്. റോബിൻസൺ പിറുപിറുത്തുകൊണ്ട് അവളെ ചുംബിച്ചു. മെറിൻ്റെ മുഖഭാവം മാറുന്നത് അയാൾ അറിഞ്ഞില്ല. ഒരു നിമിഷം റോബിൻസനെ തള്ളിയിട്ടുകൊണ്ട് മെറിൻ ചാടി എണീറ്റു. അപ്പോൾ അവൾക്ക് വന്യമായ ഒരു ശക്തിയായിരുന്നു. റോബിൻസൺ പകച്ചു നിൽക്കുമ്പോൾ മെറിൻ നൈറ്റ് ഗൗൺ ഊരിയെറിഞ്ഞു. അവൾ അലറിക്കൊണ്ട് കട്ടിലിൽ നിന്നും ചാടി എഴുന്നേറ്റ് ഓടി. മേശപ്പുറത്തു നിന്നും റിവോൾവർ എടുത്തുകൊണ്ടുവന്ന് അവൾ അലറി. അത് കേട്ട് ചാടി എണീറ്റ് ഗ്രിഗറി ബ്രൗൺ മകളുടെ മുറിയിലേക്ക് ഓടി. അടുത്ത നിമിഷം ആ കാഴ്ച കണ്ട് ഗ്രിഗറി ബ്രൗൺ നടുങ്ങി വിറച്ചുപോയി. റോബിൻസൺ ശബ്ദിക്കാൻ കഴിയാതെ മരവിച്ച് നിൽക്കുകയാണ്. ഞാനവനെ കൊന്നുകളയും. ശപിക്കപ്പെട്ട ജന്തു. വളരാൻ പാടില്ല. അവളൊരു ഭ്രാന്തിയെപ്പോലെ പുലമ്പി. പിന്നെ തോക്കിൻ്റെ കുഴൽ സ്വന്തം അടിവയറ്റിൽ ചേർത്ത് വെച്ച് കാഞ്ചി വലിച്ചു. ഗ്രിഗറി ബ്രൗണിൽ നിന്നും ഒരാർത്തനാദമായിരുന്നു. മെറിൻ വീണ്ടും വീണ്ടും വയറ്റിലേക്ക് നിറയൊഴിച്ചു. മെറിൻ്റെ വയറ്റിൽ നിന്നും ചോര കുതിച്ചു ചാടി. തോക്കിലെ വെടിയുണ്ടകൾ തീർന്നു. വെടിയേറ്റ മെറിൻ നിശബ്ദയായി നിൽക്കുകയാണ്. അവളുടെ കയ്യിൽ നിന്നും തോക്ക് താഴെ വീണു. അവളുടെ വയറ്റിൽ നിന്നും ചോര കുതിച്ചു ചാടുകയായിരുന്നു. ഒരു മാംസകഷ്ണം അവിടെ നിന്നും ഇളകി വീഴാൻ പോകുന്നത് പോലെ അവർക്ക് തോന്നി. അവളുടെ വയറ്റിൽ നിന്നൊരു നിലവിളി കേട്ടു. മുറിവേറ്റ ഒരു പന്നിക്കുഞ്ഞ് കരയുന്നതിന് തുല്യമായിരുന്നത്. ഗ്രിഗറി ബ്രൗണിൻ്റെയും റോബിൻസിനെയും മനസ്സിലേക്ക് കലക്കിക്കൊണ്ട് അവളുടെ വയറ്റിൽ നിന്നും കട്ടയായി ഒഴുകുന്ന ചോരക്കുള്ളിൽ നിന്നും ഒരു കൈ പുറത്തേക്ക് നീണ്ടുവന്നു. ഒപ്പം ഒരു ചോര കട്ടയിളകി അത് തറയിലേക്ക് ചാടി. ഒരു മുയലിൻ്റെ അത്രയും വരുന്ന ശിശു മെറിൻ വെട്ടിയിട്ടതുപോലെ മറിഞ്ഞു വീണു. എൻ്റെ മോളെ നിലവിളിച്ചുകൊണ്ട് ഗ്രിഗറി ബ്രൗൺ തറയിലേക്കിരുന്നു. ബഹളം കേട്ട് ബംഗ്ലാവിലെ ജോലിക്കാർ ഉണർന്നു. പരിഭ്രാന്തിയോടെ പാഞ്ഞു വരുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം സ്ട്രോങ് വുഡ് ഓഫീസിലേക്ക് പോരാൻ തുടങ്ങുമ്പോഴാണ് ഒരു ഫോൺ വന്നത്. അത് ഗ്രിഗറി ബ്രൗണിൻ്റെ ഫാക്ടറിയിൽ നിന്നായിരുന്നു. വിവരമറിഞ്ഞ് സ്ട്രോങ് വുഡ് ഞെട്ടിപ്പോയി. മമ്മി ദുരന്തം വിതയ്ക്കാൻ തുടങ്ങിയെന്ന് അയാൾക്ക് തോന്നി. എന്തായാലും പ്രൊഫസർ ജെറാൾഡ് മർഫിയെ ഒന്ന് കണ്ടുകളയാമെന്ന് സ്ട്രോങ് വുഡ് തീരുമാനിച്ചു. അയാൾ തൻ്റെ കാറിൽ മർഫിയുടെ വസതിയിലേക്ക് പുറപ്പെട്ടു. സ്ട്രോങ് വുഡിനെ കണ്ടയുടനെ മർഫി ചോദിച്ചു, മമ്മി താണ്ഡവം തുടങ്ങിയല്ലേ? വിവരങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞു. അത്ഭുതത്തോടെ സ്ട്രോങ് വുഡ് മർഫിയുടെ മുഖത്തേക്ക് നോക്കി. അധ്യായം 7. സാർ, ഇതൊക്കെ വെറും യാദൃച്ഛിക സംഭവങ്ങളല്ലേ? കാർ ആക്സിഡൻറ്റിൽ മാനസിക നില തെറ്റിയ പെൺകുട്ടി തോക്കെടുത്ത് വെടിവെച്ചു. അതിനെ മമ്മി പേടകവുമായി കൂട്ടിക്കുഴയ്ക്കുന്നത് തികച്ചും വിഡ്ഢിത്തമല്ലേ സാർ? അല്പം രോക്ഷത്തോടെയാണ് സ്ട്രോങ് വുഡ് അത്രയും പറഞ്ഞത്. ജെറാൾഡ് മർഫി ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, വിഡ്ഢിത്തമാണെന്ന് താക്കൾക്ക് തോന്നാം, പക്ഷേ സത്യമാണ്. അതിനു മുമ്പും പമ്മി പേടകങ്ങൾ ദുരന്തങ്ങൾ വിതച്ച കഥകൾ പറയാനുണ്ട്. പക്ഷെ സാർ, ഞാൻ എത്രയോ മമ്മി പേടകങ്ങൾ കൈമാറ്റം നടത്തിയിരിക്കുന്നു. അവയ്ക്കൊന്നുമില്ലാത്ത മാന്ത്രിക ശക്തി ഇതിനു മാത്രം എങ്ങനെയുണ്ടായി? താങ്കളുടെ ഈ ചോദ്യത്തിന് ഒരു മറു ചോദ്യമാണ് എൻ്റെ ഉത്തരം. അതായത്, ലോകത്ത് എത്രയോ ആളുകൾ ഓരോ ദിവസവും മരണമടയുന്നു. പക്ഷെ അവരിൽ ചിലരുടെ ആത്മാക്കൾ പ്രേതരൂപികളായി ചുറ്റിത്തിരിയുന്നില്ലേ? അതൊക്കെ വെറും അസംബന്ധങ്ങളല്ലേ സാർ? എനിക്കതിലൊന്നും വിശ്വാസമില്ല. സുഹൃത്തെ, എനിക്കിപ്പോൾ 75 വയസ്സായി. ഇത്രയും വർഷത്തിനിടയിൽ വിശദീകരിക്കാനാവാത്ത ഒരുപാട് കാര്യങ്ങൾ വായിച്ചും കേട്ടുമുള്ള അറിവുകൾ വെച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. ആ മമ്മി പേടകം ദുരന്തങ്ങൾ മാത്രമേ വിതയ്ക്കൂ. സോറി സർ, താങ്കളുമായി ഒരു വാഗ്വാദത്തിലൊന്നും ഞാനില്ല. താങ്കൾക്ക് പോകാൻ തിരക്കില്ലെങ്കിൽ ദുരന്തങ്ങൾ മാത്രം വിതച്ച ഒരു മമ്മി പേടകത്തിനെക്കുറിച്ച് ഞാൻ പറയാം. താങ്കൾ പറഞ്ഞോളൂ സാർ. 3000 വർഷങ്ങൾക്ക് മുമ്പ് മരണമടഞ്ഞ ഈജിപ്തിലെ ബാല രാജാവ് ടുട്ടൻ ഹമാൻ്റെ മമ്മിയെക്കുറിച്ചും മമ്മി സ്പെഷ്യലിസ്റ്റും പുരാവസ്തു ഗവേഷകനുമായ താങ്കൾ കേട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായും സാർ. ഫറോവമാരുടെ അന്ത്യനിദ്രയ്ക്ക് തടസ്സം വരുത്തുന്നവർക്ക് ആപത്ത് വരുമെന്ന് ആളുകൾ വിശ്വസിച്ചിരുന്നു. ടുട്ടൻ ഹമാൻ എന്ന ഫറോവയുടെ പിരമിഡുമായി ബന്ധപ്പെട്ടവർക്കെല്ലാം അപകട നിഴൽ പോലെ കൂടെയുണ്ടായിരുന്നു. ജെറാൾഡ് മർഫി ടുട്ടൻ ഹമാൻ്റെ മമ്മിയെക്കുറിച്ച് വിശദമായി സ്ട്രോങ് വുഡിനോട് പറഞ്ഞു. അത് കേട്ടിരുന്ന സ്ട്രോങ് വുഡ് അവസാനം പറഞ്ഞു, സാർ, ഇതിനൊരു വിശദീകരണം ഫറോവകളുടെ ശാപം എന്ന പുസ്തകത്തിൽ വാൻഡൻബർഗ് പറയുന്നതായി ഞാൻ വായിച്ചിട്ടുണ്ട്. എന്താണത്? പിരമിഡുകളിലെ ശവകുടീരങ്ങളിലെ ബാക്ടീരിയകളുടെ ഈറ്റിലമാണ്. ഈ ബാക്ടീരിയകളാവാം രോഗകാരണം. മാത്രമല്ല, പുരാതന ഈജിപ്തുകാർ വിഷപ്രയോഗത്തിൽ വിദഗ്ധരായിരുന്നു. ആമാശയത്തിലെത്താതെ തന്നെ മാരകമായ തീരുന്ന വിഷങ്ങളുണ്ട്. അവ തൊലിഭേദിച്ച് അകത്തു കിടക്കുകയും ചെയ്യും. കുടിരഭിത്തികൾ പെയിൻറ് ചെയ്യുന്നതിനും വിഷമുള്ള പദാർത്ഥങ്ങളായിരിക്കാം ഉപയോഗിക്കുന്നത്.
പിന്നീട് കുടീരങ്ങൾ വായു കടക്കാതെ മുദ്രവെക്കുന്നു. പക്ഷേ അത് ശാസ്ത്രകാരന്മാരുടെ വെറും അനുമാനങ്ങളാണ്. ശാസ്ത്രീയമായി ഒന്നും ഇതുവരെ തെളിയിച്ചിട്ടില്ല. ജെറാൾഡ് മർഫി ഒരു ചുരുട്ടിന് തീ കൊടുത്തി. സ്ട്രോങ് വുഡ് മർഫി പറഞ്ഞതിന് മറുപടിയായിരുന്നു അത്. മർഫി തുറന്നു. ശാസ്ത്രീയമായി തെളിയിക്കാത്തിടത്തോളം കാലത്തോളം മമ്മികളുടെ ശാപത്തിൽ നാം വിശ്വസിച്ചേ പറ്റൂ. മർഫിയുടെ വാക്കുകളെ ഖണ്ഡിക്കാൻ സ്ട്രോങ് വുഡിന് കഴിഞ്ഞില്ല. സ്ട്രോങ് വുഡ് മർഫിയോട് യാത്ര പറഞ്ഞു. താങ്കൾ സൂക്ഷിക്കണം. കാറിൽ കയറുന്നതിന് മുമ്പ് മർഫി സ്ട്രോങ് വുഡിനോട് പറഞ്ഞു. അയാൾ അത് കേട്ട് പുച്ഛിച്ചൊന്ന് ചിരിച്ചു. എന്നിട്ട് കാറിൽ കയറി ഓടിച്ചുപോയി. കാർ ഓടിച്ചുകൊണ്ടിരുന്നപ്പോഴും പ്രൊഫസർ പറഞ്ഞ മമ്മികളുടെ ശാപങ്ങളുടെ കഥയായിരുന്നു സ്ട്രോങ് വുഡിൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നത്. പക്ഷേ ആ കഥകളോട് യോജിക്കാൻ സ്ട്രോങ് വുഡിന് കഴിഞ്ഞില്ല. സ്ട്രോങ് വുഡിൻ്റെ കാറിലേക്ക് കാർ മെംഫിസിന് സമീപത്തുള്ള റോഡിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നു. സ്ട്രോങ് വുഡ് പിന്നിൽ നിന്ന് ആരോ വിളിക്കുന്നത് പോലെ അയാൾക്ക് തോന്നി. അതൊരു സ്ത്രീ ശബ്ദമാണെന്ന് അയാൾ തിരിഞ്ഞു. എന്തോ ഉൾപ്പേരണ പോലെ അയാൾ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. അടുത്ത നിമിഷം സ്ട്രോങ് വുഡ് ഞെട്ടിത്തെറിച്ചു പോയി. പിന്നിൽ സർവാഭരണ വിഭൂഷിതയായ ഒരു സ്ത്രീ. പെട്ടെന്ന് കാറൊന്ന് പാളി. സ്ട്രോങ് വുഡ് ബ്രേക്ക് അമർത്തി. റോഡിൽ ടയർ ഉരഞ്ഞു കത്തി. കാർ നിന്നു. അപ്പോൾ കാറിന് ചുറ്റും കൊടുങ്കാറ്റടിക്കുന്നത് പോലെ അയാൾക്ക് തോന്നി. പരിഭ്രാന്തിയോടെ അയാൾ തിരിഞ്ഞു നോക്കി. പിൻസീറ്റിൽ ആരുമുണ്ടായിരുന്നില്ല. എല്ലാം തൻ്റെ മനസ്സിൻ്റെ ഹാലൂസേഷനാണെന്ന് അയാൾക്ക് മനസ്സിലായി. പക്ഷെ തൻ്റെ കാറിൻ്റെ പിന്നിൽ കണ്ട സ്ത്രീയെ എവിടെയോ വെച്ച് കണ്ടു മറന്നതുപോലെ സ്ട്രോങ് വുഡിന് തോന്നി. അയാളുടെ മനസ്സ് ആ രൂപം പരതിക്കൊണ്ടിരുന്നു. ഒടുവിൽ ഞെട്ടലോടെ ആ സത്യം സ്ട്രോങ് വുഡ് മനസ്സിലാക്കി. ക്ലിയോപാട്ര. അതെ, കാറിന് പിന്നിലിരുന്നത് ക്ലിയോപാട്രയാണ്. ആ ലോകസുന്ദരിയുടെ ചിത്രം കണ്ടത് അയാൾ ഓർത്തു. സ്ട്രോങ് വുഡിൻ്റെ കാൽ മുതൽ തലവരെ ഒരുതരം മരവിപ്പുണ്ടായി. ജെറാൾഡ് മർഫി പറഞ്ഞ കാര്യങ്ങൾ അയാൾ ഓർമ്മിച്ചു. അടുത്ത നിമിഷം സ്ട്രോങ് വുഡ് കാർ സ്റ്റാർട്ട് ചെയ്തു. അവ്യക്തമായി ദൃശ്യഗോചാരമായ റോഡിലൂടെ കാർ മുമ്പോട്ട് നീങ്ങി. അപ്പോഴും കാറ്റ് ആഞ്ഞടിക്കുന്നുണ്ടായിരുന്നു. ഗ്രിഗറി ബ്രൗൺ ആകെ നിരാശനായി കാണപ്പെട്ടു. ഏകമകൾ മെറിൻ്റെ അകാല മൃത്യു അയാളെ തകർത്തിക്കളഞ്ഞു. ഭാര്യ മരിച്ചപ്പോൾ പോലും അയാൾ ഇത്ര തകർന്നു പോരുന്നില്ല. എല്ലാം തൻ്റെ മകളായിരുന്നു. പക്ഷേ അവൾ തൻ്റെ കൺമുന്നിലാണ് ക്രൂരമായി മരിച്ചു വീണത്. തൻ്റെ പേരക്കിടാവ്. ആ രംഗം ഓർക്കാനേ ഗ്രിഗറിക്ക് കഴിയുമായിരുന്നില്ല. റോബിൻസന്റെ മാനസികാവസ്ഥയും ഏതാണ്ട് അങ്ങനെ തന്നെയായിരുന്നു. സ്നേഹിച്ച് കൊതിതീരും മുമ്പ് തൻ്റെ മെറിൻ പോയി. തൻ്റെ കുഞ്ഞ്. അതോർത്തപ്പോൾ അയാൾ തേങ്ങിപ്പോയി. വേണ്ട, എല്ലാം ആ നശിച്ച മമ്മി പേടകം കാരണമാണ്. പല ജോലിക്കാരും പറഞ്ഞതാണ്. പക്ഷെ ഡാഡി അതെല്ലാം പുച്ഛിച്ചു തള്ളി. ഇപ്പോൾ അനുഭവം വന്നപ്പോൾ അതെല്ലാം സത്യമാണെന്ന് വിശ്വസിച്ചേ മതിയാവും. ഗ്രിഗറി ബ്രൗണിനും റോബിൻസണും അമേരിക്കയ്ക്ക് മടങ്ങിപ്പോകാൻ തോന്നിയില്ല. രാത്രി റോബിൻസൺ അസ്വസ്ഥതയോടെ മുറിക്കുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുലാത്തിക്കൊണ്ടിരുന്നു. റോബിൻസണും ഗ്രിഗറി ബ്രൗണും ഡൈനിങ് ടേബിളിന് മുമ്പിൽ അത്താഴം കഴിക്കാൻ ഇരിക്കുകയായിരുന്നു. ചെറുപ്പക്കാരിയായ വേലക്കാരി സലോമി ഭക്ഷണ സാധനങ്ങൾ മേശപ്പുറത്ത് കൊണ്ടുവന്നു വെച്ചു. അപ്പോൾ റോബിൻസന്റെ മുഖത്തൊരു പ്രത്യേക ഭാവം മിന്നി പറഞ്ഞത് ആരും കണ്ടില്ല. ഗ്രിഗറി ബ്രൗൺ കഴിച്ചെന്ന് വരുത്തിയിട്ട് എണീറ്റ് കഴുകി ബെഡ്റൂമിലേക്ക് പോയി. റോബിൻസൺ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് തൻ്റെ മുറിയിലേക്ക് ചെന്നു. അയാളൊരു സിഗരറ്റ് കത്തിച്ച് ചുണ്ടുകൾക്കിടയിലേക്ക് തിരുകി. സലോമി, കുറച്ച് ഐസ് വാട്ടർ. കിച്ചൻ്റെ ഭാഗത്തേക്ക് നോക്കി അയാൾ വിളിച്ചു പറഞ്ഞു. 1-2 നിമിഷങ്ങൾക്ക് അകം സലോമി ഐസ് വാട്ടറുമായി കടന്നു വന്നു. അവളെ കണ്ടതും കാട്ടുചെന്നായുടെ മുഖത്തോടെ ആ ശൗര്യത്തോടെ റോബിൻസന്റെ മുഖത്തുണ്ടായി. അടുത്ത നിമിഷം അയാൾ ഒറ്റച്ചാട്ടത്തിന് സലോമിയെ കൈക്കുള്ളിലാക്കി. എന്നിട്ട് മാറോട് ചേർത്തമർത്തി. സലോമിയുടെ രാത്രി വസ്ത്രം അയാൾ വലിച്ചു കീറി. അവൾ കുതറി മാറി. ഐസ് വാട്ടർ നിറച്ച ഗ്ലാസ് തറയിൽ വീണ് പൊട്ടിച്ചിതറി. അവൾ കുനിഞ്ഞ് പൊട്ടിയ ഗ്ലാസിൻ കഷ്ണങ്ങൾ കൈക്കുള്ളിലാക്കി. ക്രൂരനായ വന്യമൃഗത്തെ പോലെ റോബിൻസൺ ചാടി സലോമിയെ ഗാഠം ആഞ്ഞു പുൽകി. അപ്പോൾ അവളുടെ കയ്യിലിരുന്ന പൊട്ടിയ ഗ്ലാസിൻ്റെ കഷ്ണം അയാളുടെ പുറത്ത് തറഞ്ഞു കയറി. ബംഗ്ലാവിന് നടക്കുന്ന ഒരു ശബ്ദമുയർന്നു. സലോമിയുടെ കയ്യിലിരുന്ന കൂർത്ത ഗ്ലാസ്സിൽ നിന്നും കട്ടച്ചോര താഴേക്കൊഴുകി മെസ്സയ്ക്ക് തറയിൽ വീണു. റോബിൻസൺ ഒന്ന് പൊളഞ്ഞു. പിന്നെ ബംഗ്ലാവിനെ കുലുക്കുന്ന ശബ്ദത്തിൽ ഒന്ന് അലറി. ആ ശബ്ദം കേട്ടുകൊണ്ട് ഗ്രിഗറി ബ്രൗൺ പാഞ്ഞു വന്നു. മുന്നിൽ കണ്ട കാഴ്ച അയാളുടെ ഞരമ്പുകളെ മരവിപ്പിച്ചു കളഞ്ഞു. സലോമി! ഗ്രിഗറി ബ്രൗൺ അലറി. അത് കേട്ടവൾ നടുക്കത്തിൽ നിന്ന് ഉണർന്നതുപോലെ ഒന്ന് വിറച്ചു. പിന്നെ പൊട്ടിക്കരഞ്ഞു. റോബിൻസൺ മറിഞ്ഞ് ബ്രെഡിലേക്ക് വീണു. പിന്നെ ഉരുണ്ട് തറയിലേക്കും. അധ്യായം 8. രക്തം വാർന്നുപോയ ശവം പോലെ റോബിൻസൺ കിടന്നു. അയാൾ മരിച്ചു കഴിഞ്ഞെന്ന് ഗ്രിഗറി ബ്രൗണിനും സലോമിക്കും മനസ്സിലായി.
മമ്മി പേടകം വാങ്ങിയ ശേഷം തൻ്റെ വീട്ടിലുണ്ടാകുന്ന രണ്ടാമത്തെ ദുരന്തമാണ്. ഗ്രിഗറി ബ്രൗൺ ഓർത്തു. മമ്മിയുടെ ശാപം ഇപ്പോൾ തന്നെയാണ് വേട്ടയാടുന്നത്. അടുത്തതാരായിരിക്കും? ഒരുപക്ഷെ താനാകുമോ? അതോർത്തപ്പോൾ ഗ്രിഗറിയുടെ നീട്ടലിലൂടെ ഒരു വിറയിൽ മുകളിലേക്ക് കയറി. അന്ന് രാത്രി കിടന്നിട്ട് ഗ്രിഗറി ബ്രൗണിന് ഉറക്കം വന്നില്ല. അർദ്ധരാത്രിക്ക് ശേഷം അയാൾ ചെറുതായൊന്ന് മയങ്ങി. പുറത്ത് ശക്തമായ കാറ്റടിക്കുന്ന ശബ്ദം കേട്ട് ഗ്രിഗറി ഞെട്ടിയുണർന്നു. അയാൾ പകപ്പോടെ ചുറ്റും നോക്കി. ജോലിക്കാരുടെ നിലവിളി കേട്ട് അയാൾ ചാടി എണീറ്റു. അപ്പോൾ ഫാക്ടറി കെട്ടിടം എടുത്തുമറിക്കുന്ന തരത്തിലുള്ള കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുകയായിരുന്നു. മുറിക്കുള്ളിലുണ്ടായിരുന്ന സാധന സാമഗ്രികൾ മറിഞ്ഞ് തറയിലേക്ക് വീണു. ചാടി എണീറ്റ ഗ്രിഗറി ബ്രൗണിന് കാറ്റിൻ്റെ ശക്തിയിൽ നേരെ നിൽക്കാൻ പോലും കഴിഞ്ഞില്ല. കൊടുങ്കാറ്റ് തന്നെ പുറത്തേക്ക് പറത്തിക്കളയുമെന്ന് പോലും അയാൾ ഭയപ്പെട്ടു. പുറത്തെന്തൊക്കെയോ മറഞ്ഞു വീഴുന്നതും ജോലിക്കാർ ഉറക്കെ കരയുന്നതും അയാൾ കേട്ടു. പെട്ടെന്ന് ഭയങ്കര ശബ്ദത്തോടെ ഭിത്തിയിൽ വിള്ളലുണ്ടാകുന്നത് ഗ്രിഗറി ബ്രൗൺ അറിഞ്ഞു. അയാൾ അലറിക്കൊണ്ട് പുറത്തേക്ക് പാഞ്ഞു. ബംഗ്ലാവിലുള്ള ജോലിക്കാരും പുറത്തേക്കോടി. ബംഗ്ലാവിൻ്റെ ഒരു ഭാഗം ഇടിഞ്ഞു പൊളിഞ്ഞ് താഴേക്ക് വീണു. അത് കണ്ട് ഗ്രിഗറി ബ്രൗൺ നെഞ്ചത്ത് തന്നെ കൈവച്ചു. ശക്തമായ ഒരു ഡൈനാമൈറ്റ് വെച്ച് തകർത്തതുപോലെ അവർക്ക് തോന്നി. ക്ലിയോപാട്രയുടെ മമ്മിയുടെ പേടകം വെച്ച ഭാഗത്താണ് സ്ഫോടനമുണ്ടായത്. നേരം വെളുത്തു കഴിഞ്ഞപ്പോഴേക്കും ഗ്രിഗറി ബ്രൗണിനുണ്ടായിരുന്ന ദുരന്തം അങ്ങ് ന്യൂയോർക്കിൽ വരെ അറിഞ്ഞു കഴിഞ്ഞിരുന്നു. മമ്മി പേടകത്തെക്കുറിച്ച് ഗവേഷണം നടത്തുന്നവർ ഗ്രിഗറിയുടെ ഫാക്ടറിയിലെത്തി. TV ന്യൂസുകാരും പത്രക്കാരും ഫാക്ടറിയിലെത്തി. മണിക്കൂറുകൾക്കുള്ളിൽ മമ്മി ശാപകഥ ലോകത്തിൻ്റെ എല്ലാ കോണിലും എത്തിച്ചേർന്നു. വിവരമറിഞ്ഞ് സ്ട്രോങ് വുഡ് ഞെട്ടിപ്പോയി. ജെറാൾഡ് മർഫി പറഞ്ഞ കാര്യങ്ങൾ ഈ മമ്മി പേടകത്തെ സംബന്ധിച്ച് സത്യമാണ്. അയാൾ മർഫിക്ക് ഫോൺ ചെയ്തു. സാർ, താങ്കളുടെ അനുമാനം ശരിയാണ്. ഞാനിനി എന്തു ചെയ്യണം? ആ ശാപം ഒരിക്കൽ എന്നെയും പിടികൂടിയതാണ്. താങ്കൾ ഭയപ്പെടേണ്ട സ്ട്രോങ് വുഡ്. നമുക്കൊരു മുൻകരുതൽ ഒരിക്കലും എടുക്കാൻ കഴിയില്ല. മമ്മിയുടെ ശാപം നമുക്ക് നേരെ തിരിഞ്ഞാൽ പിന്നെ അതിൽ നിന്നും രക്ഷപ്പെടാൻ മാർഗമില്ല. അങ്ങനെ താങ്കൾക്കുണ്ടാകാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാം, മർഫി പറഞ്ഞു. സ്ട്രോങ് വുഡിൻ്റെ ഞരമ്പുകളിൽ ഭയം ഞണ്ടിനെ പോലെ അരിച്ചു കയറാൻ തുടങ്ങിയിരുന്നു. അയാൾ ഫോൺ കട്ട് ചെയ്തു. വിവരങ്ങളൊക്കെ അറിഞ്ഞ് ഹോട്ടൽ മുറിയിലിരുന്ന മുഹമ്മദ് ഗസ്നിയും ടെൽമയും ഊറിച്ചിരിച്ചു. ഇനി അയാൾ മമ്മി പേടകം ന്യൂയോർക്കിന് കൊണ്ടുപോകില്ല. യാദൃശികമായി ഉണ്ടായ സംഭവങ്ങൾ മമ്മിയുടെ ശാപം മൂലമാണെന്ന് ആ തിരുമണ്ടൻ സാഹിബ് വിശ്വസിച്ചിരിക്കുന്നു. നമുക്ക് നല്ലതാണ് അല്ലേ? വെളുക്കച്ചിരിച്ചുകൊണ്ട് മുഹമ്മദ് ഗസ്നി ടെൽമയുടെ തോളിൽ കൈയിട്ട് തന്നോട് ചേർത്ത് പിടിച്ചു. ആ തിരുമണ്ടൻ മമ്മി പേടകം തിരിച്ച് സ്ട്രോങ് വുഡിന് കൊടുക്കും. നമുക്കത് കൈവിട്ടു പോകാതെ നോക്കണം. ടെൽമ അതേ എന്ന അർത്ഥത്തിൽ തലകുലുക്കി അയാളോട് പറ്റിച്ചേർന്നിരുന്നു. അപ്പോൾ ഗസ്നിയുടെ കൈകളിൽ അവളുടെ മാറിടത്തിൽ പരതി നടക്കുകയായിരുന്നു. മുഹമ്മദ് ഗസ്നിയുടെ അനുമാനം ശരിയായിരുന്നു. സ്ട്രോങ് വുഡിൻ്റെ ഓഫീസിലേക്ക് ഒരു കൊടുങ്കാറ്റ് പോലെയാണ് ഗ്രിഗറി ബ്രൗൺ പാഞ്ഞു വന്നത്. താങ്കൾ എന്നെ ചതിച്ചു, ദേഷ്യത്തിൽ അയാൾ പറഞ്ഞു. എന്താ സാർ? സ്ട്രോങ് വുഡിന് കാര്യം മനസ്സിലായില്ല. ശാപം പിടിച്ച മമ്മി പേടകം നിങ്ങൾ എൻ്റെ തടവിൽ കെട്ടിവെച്ചു. കഥകളെല്ലാം ഞാൻ വൈകിയാണ് അറിഞ്ഞത്. ഈ ചതി ഞാൻ പൊറുക്കില്ല സാർ. സത്യത്തിൽ ഞാൻ നിരപരാധിയാണ്. എനിക്കൊന്നും അറിയില്ല. താങ്കൾ വേണമെന്ന് പറഞ്ഞ പേടകം ഒരു അറേബ്യൻ വ്യാപാരിയിൽ നിന്നാണ് ഞാൻ വാങ്ങിയത്. യഥാർത്ഥം മറച്ചുകൊണ്ട് സ്ട്രോങ് വുഡ് ഒരു നമ്പർ ഇട്ടു. അത് ഏൽക്കുകയും ചെയ്തു. താങ്കൾ പേടകം തിരിച്ചെടുത്ത് എൻ്റെ പണം മടക്കിത്തരണം. ഗ്രിഗറി ബ്രൗൺ കട്ടായം പറഞ്ഞു. ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം ശരിക്കും നിനക്കറിയില്ല. തരാം സാർ. 2-3 ദിവസങ്ങൾക്കുള്ളിൽ താങ്കളുടെ പണം മടക്കിത്തരാം. എങ്കിൽ ഇന്ന് തന്നെ മമ്മി പേടകം എൻ്റെ വീട്ടിൽ നിന്ന് മാറ്റിത്തരണം. ആ പേടകം കാരണം എൻ്റെ മകൾ പോയി. മകനും ബംഗ്ലാവും തകർന്നു. ഇനിയും ദുരന്തങ്ങൾ കാണാൻ എനിക്ക് വയ്യ. ഗ്രിഗറി ബ്രൗൺ പതറിപ്പോയി. സ്ട്രോങ് വുഡിന് ആകെ പുലിവാല പിടിച്ചതുപോലെ തോന്നി. ഗ്രിഗറി ബ്രൗണിനെ നേരിടാനുള്ള ചങ്കൂറ്റം തനിക്കില്ല. പണം മടക്കിക്കൊടുത്ത് പേടകം തിരികെ വാങ്ങുകയേ രക്ഷമുള്ളൂ. മമ്മിയുടെ ശാപകഥ അറിഞ്ഞതുകൊണ്ട് ഇനി അതും ആര് വാങ്ങിക്കാൻ വേണ്ടി വരില്ല. തൻ്റെ സ്വപ്നങ്ങളൊക്കെ തകർന്നു. ഒരു ഗുണമുണ്ടായി. കിസിഞ്ചർ ഒരു വീതം കൊടുക്കാതിരിക്കാൻ ഒരു കാരണമായി. അടുത്ത ദിവസം ഒരു ട്രക്കുമായി സ്ട്രോങ് വുഡും 4-5 ജോലിക്കാരും ഗ്രിഗറി ബ്രൗണിൻ്റെ കമ്പനിയിലേക്ക് വന്നു. ഗ്രിഗറി അവരെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ജോലിക്കാർ പേടിയോടെയാണ് ക്ലിയോപാട്രയുടെ മമ്മി പേടകം എടുത്ത് ട്രക്കിനുള്ളിൽ വെച്ചത്. തങ്ങളിൽ ആരായിരിക്കും മമ്മിയുടെ ശാപം പിടികൂടുകയെന്ന് ഭയമായിരുന്നു അവരെ ഭരിച്ചിരുന്നത്. ഷെയർ സർവീസസിൻ്റെ ഗോഡൗണിൽ വീണ്ടും മമ്മി പേടകം എത്തി. എത്രയും പെട്ടെന്ന് മറ്റാരുടെയെങ്കിലും തലയിൽ വെച്ച് കെട്ടിയില്ലെങ്കിൽ ഗോഡൗണിനും തനിക്കുന്ന ആശമുണ്ടാവുമെന്ന് സ്ട്രോങ് വുഡ് ഭയന്നു. ആ സമയം
ഹോട്ടൽ നൈലിൽ മുഹമ്മദ് ഗസ്നിയുടെ നേതൃത്വത്തിൽ ചില ഗൂഢതന്ത്രങ്ങൾ മെനയുകയായിരുന്നു. ടെൽമയും നസറുദ്ദീനും, ഇനി വൈകരുത്, ഇത് പറ്റിയ ചാൻസാണ്. ഇന്ന് രാത്രി ഗോഡൌണിൽ നിന്നും മമ്മി പേടകം തട്ടിയെടുത്ത് നിങ്ങൾ ബോട്ടിൽ നൈൽ നദിയിലൂടെ മൂതിലെ എൻ്റെ ബംഗ്ലാവിൽ എത്തിക്കണം. 2 പ്രാവശ്യം. നമ്മൾ അവിടെ അടുത്തെത്തുമ്പോഴേക്കും കൈവിട്ടു പോയിരുന്നു. ഇനി അങ്ങനെ ഉണ്ടാവരുത്. സർ, ഞങ്ങളെല്ലാ ഏർപ്പാടുകളും തയ്യാറാക്കിയിട്ടുണ്ട്. എൻ്റെ സുഹൃത്ത് ഞാൻ ചെല്ലുന്നതും കാത്തിരിപ്പുണ്ട്, നസറുദ്ദീൻ പറഞ്ഞു. എങ്കിൽ പെട്ടെന്ന് ചെല്ലുക, ബംഗ്ലാവിൽ ഞാനുണ്ടാവും. ഓക്കെ. നസറുദ്ദീൻ യാത്ര പറഞ്ഞ് പുറത്തേക്കിറങ്ങി. നീ വൈകുന്നേരം എൻ്റെ കൂടെ മൂതിലേക്ക് പോരണം, ഗസ്നി ടെൽമയോട് പറഞ്ഞു. അന്ന് രാത്രി നസറുദ്ദീനും അയാളുടെ സുഹൃത്ത് മുഹമ്മദും എല്ലാവിധ തയ്യാറെടുപ്പുകളോടെയും അസ്വാനിലെ ഷെയർ സർവീസിലെ ഗോഡൌൺ ലക്ഷ്യമാക്കി ട്രക്കിൽ പുറപ്പെട്ടു. അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ അവർ അസ്വാനിലെത്തി. വളരെ പെട്ടെന്ന് തന്നെ ഷെയർ സർവീസിൻ്റെ ഗോഡൌൺ കണ്ടുപിടിച്ചു. വാച്ച്മാൻ ഇരുന്ന് ഉറക്കം തൂങ്ങിയായിരുന്നു. നസറുദ്ദീൻ പിന്നിലൂടെ ചെന്ന് ടെൽമ നൽകിയ ക്ലോറോഫോം അയാളുടെ മൂക്കിൽ ശക്തമായി അമർത്തി. ഒന്ന് പിടഞ്ഞ ശേഷം അയാൾ ബോധരഹിതനായി താഴേക്ക് വീണു. നസറുദ്ദീനും മുഹമ്മദും കൂടി റിവോൾവറുമായി ഗോഡൌണിനുള്ളിലേക്ക് കയറി. മുഹമ്മദ് പോക്കറ്റിൽ നിന്നും ടോർച്ചെടുത്ത് തെളിച്ചു. മേശപ്പുറത്ത് ഒരു മരപ്പെട്ടിക്കുള്ളിൽ മമ്മി പേടകം ഇരിക്കുന്നത് അവർ കണ്ടെത്തി. നസറുദ്ദീൻ പെട്ടിയെടുത്ത് തലയിൽ വെച്ചു. മുഹമ്മദ് ടേർച്ച് കാണിച്ചു. ഇരുവരും പേടകവുമായി ട്രക്ക് നിർത്തിയിട്ടിരിക്കുന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു. ടാർപോളിൻ കൊണ്ട് മൂടിക്കെട്ടിയ ട്രക്കിനുള്ളിൽ അവർ മമ്മി പേടകം വെച്ചു. പോകാം, മുഹമ്മദ് പറഞ്ഞു. നസറുദ്ദീൻ ഡ്രൈവറുടെ സീറ്റിലേക്ക് ചാടിക്കയറി. ട്രക്ക് സ്റ്റാർട്ട് ചെയ്തു. വേഗം വേഗം, പുലരും മുമ്പ് മൂതിലെത്തണം, വണ്ടി ഓടുന്നതിനിടയിൽ മുഹമ്മദ് പറഞ്ഞു. രാത്രിയുടെ മാറ് പിളർന്നുകൊണ്ട് ട്രക്ക് കുതിക്കുകയായിരുന്നു. ഒടുവിൽ ആ ട്രക്ക് കോനയിലെത്തി. നൈൽ നദിക്ക് കുറുകെയുള്ള പാലത്തിന് സമീപം അവർ ട്രക്ക് നിർത്തി. അപ്പോൾ താഴെ നദിയിൽ കിടന്ന ബോട്ടിൽ നിന്നും 2 വട്ടം ടോർച്ച് മിന്നിത്തെളിഞ്ഞു. സൈമൺ ബോട്ടുമായി എത്തിയിട്ടുണ്ട്, നസറുദ്ദീൻ മന്ത്രിച്ചു. ഇരുവരും പരിസരം വീക്ഷിച്ച ശേഷം മമ്മി പേടകവുമായി നദിയിലേക്ക് ഇറങ്ങുന്ന കൽപ്പടവുകളിലൂടെ താഴേക്കിറങ്ങി. വേഗം വരൂ, ബോട്ടിൽ നിന്നും സൈമൺ മന്ത്രിച്ചു. ഇരുവരും പേടകവുമായി ബോട്ടിൽ കയറി. സൈമൺ അവരെ ബോട്ടിൽ കയറുവാൻ സഹായിച്ചു. നസറുദ്ദീൻ എല്ലാം പറഞ്ഞുറപ്പിച്ച ശേഷം പുറത്തിറങ്ങി. രാവിലെ ട്രക്ക് തിരികെ ഏൽപ്പിക്കണം, നിങ്ങൾ പോയാൽ മതി, അയാൾ ശബ്ദം താഴ്ത്തി അവരോട് പറഞ്ഞു. സൈമൺ ബോട്ട് സ്റ്റാർട്ട് ചെയ്തു. നസറുദ്ദീൻ കൈ ഉയർത്തി കാണിച്ചിട്ട് റോഡ് സൈഡിൽ നിർത്തിയിരുന്ന ട്രക്കിൽ കയറി. അപ്പോൾ നൈൽ നദിയുടെ മാറിൽ നക്ഷതങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് ബോട്ട് പാഞ്ഞു പോകുന്നതിൻ്റെ പ്രകാശം നസറുദ്ദീൻ കണ്ടു. ചെറുപുഞ്ചിരിയോടെ അയാൾ ഒരു ചുരുട്ട് കത്തിച്ച് അധരങ്ങൾക്കിടയിൽ തിരുകി. എന്നിട്ട് ട്രക്ക് സ്റ്റാർട്ട് ചെയ്തു. ആ ട്രക്ക് കെയ്റോ നഗരം ലക്ഷ്യമാക്കി പാഞ്ഞു പോയി. നൈൽ നദിയിലൂടെ ക്ലിയോപാട്രയുടെ മമ്മി പേടകവും വഹിച്ചുകൊണ്ട് ആ ബോട്ട് കുതിച്ചു പാഞ്ഞു. മുഹമ്മദ് ഗസ്നിയുടെ മൂത് എന്ന നഗരത്തിലുള്ള ബംഗ്ലാവ് ലക്ഷ്യമാക്കിയാണ് അവർ കുതിച്ചത്. ഈ മമ്മി പേടകം ഗസ്നിക്ക് എത്തിച്ചു കൊടുത്താൽ നമ്മുടെ വീതം എത്രയാണ്? സൈമൺ ഒരു താണ സിഗരറ്റിൽ നിന്ന് തീപിടിപ്പിച്ചുകൊണ്ട് മുഹമ്മദിനോട് ചോദിച്ചു. എനിക്കറിയില്ല. നസറുദ്ദീനാണ് ഗസ്നി സാബുമായി കരാർ പറഞ്ഞുറപ്പിച്ചിരിക്കുന്നത്. താല്പര്യമില്ലാത്ത മട്ടിൽ മുഹമ്മദ് പറഞ്ഞു. അപ്പോൾ നിശ്ചലമായ കിടന്നിരുന്ന നദിയിൽ സാവധാനം ഓളങ്ങൾ ഉയരുന്നത് അവ ശ്രദ്ധിച്ചില്ല. തിരമാല പോലെ ഓളങ്ങൾ ഉയർന്നു പൊങ്ങി. ബോട്ട് അതിനു മുകളിൽ ചാഞ്ചാടി. കാറ്റിൻ്റെ ഹുങ്കാര ശബ്ദവും മുഴങ്ങി. ആ ബോട്ടിന് ചുറ്റും മാത്രമായിരുന്നു അത്. അയ്യോ കൊടുങ്കാറ്റ്, മുഹമ്മദ് നിലവിളിച്ചു. സൈമൺ തിരകൾക്ക് മുകളിലൂടെ അതിവിദഗ്ധമായി ബോട്ട് മുൻപോട്ടോടിച്ചു. കാറ്റിന് ശക്തി കൂടി. തിരമാലകൾ ആകാശം മുട്ടയുയർന്നു. ബോട്ട് ഏത് നിമിഷവും മറിയുമെന്ന് അവർക്ക് തോന്നി. പെട്ടെന്ന് തോക്കെടുത്ത് മുഹമ്മദ് സൈമണെ വെടിവെച്ച അയാൾ ഒരലർച്ചയോടെ നദിയിലേക്ക് വീണു. മാനസിക നിലയ്ക്ക് തകരാറ് സംഭവിച്ചതുപോലെ മുഹമ്മദ് പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് റിവോൾവർ സ്വന്തം നെറ്റിയിലേക്ക് ചേർത്ത് വെച്ച് കാഞ്ചി വലിച്ചു. വെടിശബ്ദത്തോടൊപ്പം ഒരലർച്ചയും ഉണ്ടായി. മുഹമ്മദ് മറിഞ്ഞ് നദിയിലേക്ക് വീണു. അയാൾ വീണ ഭാഗത്ത് വെള്ളത്തിൽ ഒരു ചുവപ്പ് നിറമുണ്ടായി. രാവിലെയാണ് ഗോഡൌണിൽ നിന്നും മമ്മി പേടകം മോഷണം പോയത് സ്ട്രോങ് കുടഞ്ഞറിഞ്ഞത്. അയാൾ പോലീസിൽ വിവരമറിയിച്ചു. ഉച്ച കഴിഞ്ഞപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്നൊരു മെസ്സേജ് സ്ട്രോങ് വുഡിനെ തേടിയെത്തി. കോനായ്ക്ക് സമീപം നൈൽ നദിയിൽ ആളില്ലാത്ത ബോട്ടിൽ നിന്നും മമ്മി പേടകം കണ്ടുകിട്ടിയായിരുന്നു. ഉടൻ തന്നെ സ്ട്രോങ് വുഡ് കോനയിലേക്ക് പുറപ്പെട്ടു. കോനയിലെ പോലീസ് സ്റ്റേഷനിൽ നിന്നും സ്ട്രോങ് വുഡ് ഇൻസ്പെക്ടർ ഇബ്രഹാമിനെ കണ്ട് വിവരങ്ങൾ തിരക്കി. രാവിലെ നദിയിൽ ആളില്ലാതെ ഒഴുകി നടക്കുന്ന ബോട്ടിനെക്കുറിച്ച് ഞങ്ങളെ അറിയിച്ചത് മീൻ പിടിക്കാൻ പോയ ബോട്ടിലെ ചില ആളുകളാണ്.
ഇൻസ്പെക്ടർ പറഞ്ഞു. സ്റ്റേഷനിൽ സൂക്ഷിച്ചിരുന്ന മമ്മി പേടകം സ്ട്രോങ് വുഡ് തിരിച്ചറിഞ്ഞു. വിവരമറിഞ്ഞ മുഹമ്മദ് ഗസ്നി പൊട്ടിത്തെറിച്ചു. മൂന്നിലെ ബംഗ്ലാവിൽ മമ്മി പേടകം എത്തുന്നതും പ്രതീക്ഷിച്ചിരിക്കുന്നതായിരുന്നു അദ്ദേഹം. അപ്പോഴാണ് നസറുദ്ദീൻ എത്തിയത്. പേടകവും ആളുകളും എത്തിയിട്ടില്ലെന്നറിഞ്ഞ് നസറുദ്ദീൻ അന്വേഷിച്ചപ്പോഴാണ് സംഭവം അറിഞ്ഞത്. ആരോ നമ്മുടെ നീക്കങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. ആരാണ് മമ്മി പേടകം തിരികെ കൊണ്ടുപോയത്? ഡോക്ഷസോടെ ഗസ്നി പറഞ്ഞു. അപ്പോൾ എൻ്റെ ആളുകൾ? നസറുദ്ദീൻ ഗസ്നിയുടെ മുഖത്തേക്ക് നോക്കി. അവരെ കൊന്ന് നദിയിലെറിഞ്ഞു കാണും, നിസാരമട്ടിൽ ഗസ്നി പറഞ്ഞു. ഇതുകൊണ്ടൊന്നും ഗസ്നി തോക്കില്ല. ആ മമ്മി പേടകം ഇവിടെ എത്തുന്നത് വരെ എനിക്ക് വിശ്രമമില്ല. വേലിയിറക്ക സമയം കഴിഞ്ഞപ്പോൾ 2 ശവശരീരങ്ങൾ കരക്കടഞ്ഞു. പോലീസ് കണ്ടെത്തി. വിവരമറിഞ്ഞെത്തിയ നസറുദ്ദീൻ തൻ്റെ സ്നേഹിതരെ കണ്ട് കരയാൻ പോലും മറന്നു നിന്നുപോയി. സ്ട്രോങ് വുഡ് പോലീസ് സ്റ്റേഷനിൽ നിന്നും മമ്മി പേടകം തിരിച്ചു വാങ്ങി വീണ്ടും ഗോഡൌണിൽ കൊണ്ടുവന്ന് സൂക്ഷിച്ചു. പേടകം എങ്ങനെ നൈൽ നദിയിൽ എത്തിക്കാമെന്ന് എത്ര ചിന്തിച്ചിട്ടും സ്ട്രോങ് വുഡിന് മനസ്സിലായില്ല. പേടകം ആര് മോഷ്ടിക്കാനാണ്? അത് ശാപം നിറഞ്ഞ പേടകത്തിൻ്റെ കഥ മാധ്യമങ്ങളിലൂടെ ലോകം മുഴുവൻ അറിഞ്ഞ സ്ഥിതിക്ക് അപ്പോൾ സ്ട്രോങ് വുഡിൻ്റെ ഫോൺ ശബ്ദിച്ചു. സ്ട്രോങ് വുഡ് അല്ലേ? ഞാൻ ഗസ്നി, മുഹമ്മദ് ഗസ്നി. എന്നെ ഓർമ്മയുണ്ടാകുമെന്ന് കരുതുന്നു. എനിക്ക് ആ മമ്മി പേടകം വേണം. ഗസ്നിയുടെ ശബ്ദം അയാൾ തിരിച്ചറിഞ്ഞു. തരാം സാർ. സന്തോഷം മറച്ചു വെച്ചുകൊണ്ട് സ്ട്രോങ് വുഡ് പറഞ്ഞു. എങ്കിൽ വൈകുന്നേരം ഹോട്ടൽ നൈലിലെ ക്യാബ്ര ഹാളിൽ ഞാനുണ്ടാവും. അവിടെ വെച്ച് കാണാം. നാശം പിടിച്ച പേടകം എങ്ങനെയെങ്കിലും ഒഴിവാക്കാനായിരിക്കുമ്പോഴാണ് ഭാഗ്യം ഗസ്നിയുടെ രൂപത്തിൽ ഇങ്ങോട്ട് വന്നത്. സ്ട്രോങ് വുഡ് വിചാരിച്ചു. അന്ന് വൈകുന്നേരം സ്ട്രോങ് വുഡ് ഹോട്ടൽ നൈലിലെത്തി. ക്യാബറെ തുടങ്ങാനുള്ള അനൗൺസ്മെൻ്റ് ഹാളിൽ മുഴങ്ങി. മങ്ങിയ വെളിച്ചത്തിൽ ഹാളിലേക്ക് കയറിയ സ്ട്രോങ് വുഡ് ചുറ്റും നോക്കി. ഒരൊഴിഞ്ഞ മൂലയിൽ തനിച്ചിരുന്ന ഗസ്നിയെ അയാൾ കണ്ടു. സ്ട്രോങ് വുഡ് ഗസ്നിയുടെ അടുത്തേക്ക് ചെന്നു. തൻ്റെ അരികിൽ വന്നിരിക്കാൻ ഗസ്നി തലകൊണ്ട് ആംഗ്യം കാണിച്ചു. സ്ട്രോങ് വുഡ് ഗസ്നിക്കെതിരെയുള്ള സെറ്റിയിൽ വന്നിരുന്നു. ഗസ്നി ബേറർ വന്നപ്പോൾ 2 പെഗ് കൊഞ്ഞാക്കിനും ബദാം പരിപ്പിനും ഓർഡർ ചെയ്തു. ബോറർ ഓർഡർ എഴുതി എടുത്തു കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ഗസ്നി സംസാരത്തിന് തുടക്കമിട്ടു. എത്ര കോടി പൗണ്ട് കിട്ടിയാൽ താങ്കൾ ആ പേടകം വിൽക്കും? $10 കോടി ഗ്രിഗറി ബ്രൗൺ എനിക്ക് തന്നത്. അത് തിരിച്ചു കൊടുത്തില്ല. പണം ഡോളറായി മതിയെങ്കിൽ ഞാൻ റെഡി. തരാം. $10 കോടി. മതി സാർ, ധാരാളം. അപ്പോഴേക്കും ഓർഡർ ചെയ്ത സാധനങ്ങളുമായി വേറൊരു വന്നു കഴിഞ്ഞിരുന്നു. ഈ സമയം സ്റ്റേജിൽ ഇറ്റലിക്കാരിയായ മിസ് ഡോളിനായരുടെ കാബറെ നൃത്തം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഡോളിന ഒരു പരൽ മീനിലെ പോലെ പിന്നണിയിൽ നിന്നുവരുന്ന മ്യൂസിക്കിനനുസരിച്ച് ചുവടുകൾ വെച്ചു. രാവിലെ എൻ്റെ ആളുകൾ പണവുമായി ഗോഡൗണിലെത്തും. അതിനു മുമ്പ് താങ്കൾ മമ്മി പേടകം എനിക്ക് തന്നുവെന്നുള്ളതിന് ഈ മുദ്രപത്രത്തിൽ ഒപ്പിട്ട് തരണം. അത് സാധിക്കില്ല. ഒപ്പിടും മിസ്റ്റർ. ഗസ്നിയുടെ കയ്യിൽ റിവോൾവർ കണ്ട് സ്ട്രോങ് വുഡ് ഞെട്ടിപ്പോയി. ഗത്യന്തരമില്ലാതെ അയാൾ ഒപ്പിട്ട് കൊടുത്തു. അപ്പോൾ സ്റ്റേജിലെ നൃത്തം അതിൻ്റെ പാരമ്യതയിൽ എത്തിയിരുന്നു. ലൈറ്റ് ഡിമ്മായതും മിസ് ഡോളിന വസ്ത്രം മൂരി സദസ്സിന് നേരെ വലിച്ചെറിഞ്ഞു. അതോടെ സ്റ്റേജിലെ ലൈറ്റ് അണിഞ്ഞു. അടുത്ത ദിവസം രാവിലെ ഷെയർ സർവീസിലെ ഗോഡൗണിലെത്തിയ ജോലിക്കാർ ആ കാഴ്ച കണ്ട് ഞെട്ടി. ആസിഡ് വേപ്പിൽ ഒരു മുഖം. ആ മുഖം വികൃതമായിരിക്കുന്നു. ഈജിപ്തിലെ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയിൽ നിന്നും പെട്ടെന്ന് തന്നെ ചില ഉദ്യോഗസ്ഥന്മാർ സംഭവസ്ഥലത്തെത്തി. അതിലെ പ്രധാനിയായ ഡിറ്റക്റ്റീവ് റോഗർ ശവശരീരം പരിശോധിച്ചു. ശവത്തിൻ്റെ പോക്കറ്റിൽ ഒരു നീരാളിയുടെ ചിത്രമുള്ള വിസിറ്റിംഗ് കാർഡ് പോലീസ് കണ്ടെടുത്തു. ഷെയർ സർവീസിലെ എംബ്ലമായിരുന്നു ആ നീരാളി. വിവരമറിഞ്ഞ ഷെയർ സർവീസിലെ തലവൻ ഹംഫ്രി കിസിഞ്ചറും ക്യാപ്റ്റൻ മൈക്കിൾ സ്റ്റോച്ചും പാഞ്ഞെത്തി. ആ ശവശരീരം തിരിച്ചറിഞ്ഞു. സ്ട്രോങ് വുഡിൻ്റേതായിരുന്നു ആ ശവം. നിങ്ങളുടെ സ്ഥാപനത്തിലെ ജോലിക്കാരനല്ലായിരുന്നു സ്ട്രോങ് വുഡ്? അതെ. മൈക്കിൾ സ്റ്റേജിനായി റോഗർ തിരക്കി. അതെ സാർ. 2 ആഴ്ചയായി അയാൾ ലീവിലായിരുന്നു. കാരണം എന്തെങ്കിലും? മൈക്കിൾ ഇതുവരെ ഉണ്ടായിരുന്ന സംഭവം റോഗറിനോട് പറഞ്ഞു. ആ മമ്മി പേടകം അയാൾ ആർക്കോ നൽകിയില്ലേ? അതൊന്ന് വിശദീകരിക്കാമോ? മൈക്കിൾ മമ്മി പേടകത്തിൻ്റെ ദുരന്തകഥ വിവരിച്ചു പറഞ്ഞു കേൾപ്പിച്ചു. എവിടെയാ മമ്മി? റോഗർ തിരക്കി. ഗോഡൗണിനുള്ളിൽ മമ്മി പേടകം മൈക്കിൾ റോഗറിന് കാണിച്ചു കൊടുത്തു. ഈ മമ്മി മറ്റാർക്കെങ്കിലും വിറ്റതായി അറിയാമോ? ഇല്ല സാർ. സ്ട്രോങ് വുഡ് ഒന്നും പറഞ്ഞില്ല. ഞാനത് വാങ്ങിച്ചതാണ് സാർ. പിന്നിൽ നിന്നും ആ ശബ്ദം കേട്ട് അവർ തിരിഞ്ഞു നോക്കി. മുഹമ്മദ് ഗസ്നി നിൽക്കുന്നു. അയാൾ സ്ട്രോങ് വുഡ് ഒപ്പിട്ട് നൽകിയ പേപ്പർ റോഗറിന് കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇന്ന് രാവിലെ ഞാൻ മമ്മി പേടകം കൊണ്ടുപോകാനായി വരുമെന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷേ താങ്കൾ പണം കൊടുത്തിരുന്നു? ഉവ്. $10 കോടി. എങ്കിൽ ആ പണം എടുക്കാൻ വേണ്ടി ആരോ ക്രൂരമായ സ്ട്രോങ് വുഡിനെ കൊന്നതാണ്. റോഗർ പറഞ്ഞത് ശരിയാണെന്ന് മറ്റുള്ളവർക്ക് തോന്നി. പോലീസിൻ്റെ പ്രത്യേക അനുമതിയോടെ ഗസ്നി ക്ലിയോപാട്രയുടെ മമ്മി പേടകവുമായി മടങ്ങി. നസറുദ്ദീനും 3-4 ആളുകളും
ഒരു ട്രക്കിൽ പേടകവുമായി മൂതിലേക്ക് പോയി. ഗസ്നി തൻ്റെ ഒപ്പാൽ ജൂനിയർ കാറിന് നേരെ കെയ്റോ ജനറൽ ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ നിന്നും ടെൽമയും കൂട്ടി തിരിച്ച് മുദ്ദിലേക്ക് മടങ്ങി. അങ്ങനെ ക്ലിയോപാട്ര എൻ്റെ സ്വീകരണ മുറിയിൽ. കാറിലിരുന്ന് ഗസ്നി ആർത്തു ചിരിച്ചു. അധ്യായം 10. നമ്മുടെ ആളുകൾ തോറ്റെടുത്ത് എൻ്റെ തന്ത്രം ജയിച്ചു, ഗസ്നി പറഞ്ഞു. പക്ഷേ അയാളെ കൊല്ലേണ്ടിയിരുന്നില്ല, ടെൽമ പറഞ്ഞു. എന്തു ചെയ്യാം? പേടകം മോഷ്ടിക്കാനാണ് നമ്മുടെ ആളുകൾ പോയത്. പക്ഷേ ആ രാത്രി അവൻ ഗോഡൗണിൽ ഉണ്ടാകുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിക്കുമോ? ഒരു കണക്കിന് നന്നായി. അതുകൊണ്ട് എൻ്റെ വാക്കിന് കുറച്ചുകൂടി വിശ്വാസയോഗ്യതയുണ്ടായി. ഒരു കൈ കൊണ്ട് അയാൾ ടെൽമയെ ചുറ്റിപ്പടിച്ചു. നീ എന്താണ് ആലോചിക്കുന്നത്? അവളുടെ തുടയിൽ തട്ടിക്കൊണ്ട് ഗസ്നി ചോദിച്ചു. ഒന്നുമില്ല, തല വെട്ടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. കാർ 3 ബംഗ്ലാവിലെത്തുമ്പോൾ നസറുദ്ദീനും സംഘവും അവരെ പ്രതീക്ഷിച്ച് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. സന്തോഷത്തോടെ ഗസ്നിയും ടെൽമയും ഒന്നിച്ച് കാറിൽ നിന്നും ഇറങ്ങി. ഒടുവിൽ നമ്മൾ തന്നെ വിജയിച്ചു, നസറുദ്ദീൻ്റെ തോളത്ത് തട്ടിക്കൊണ്ട് ഗസ്നി പറഞ്ഞു. സ്ട്രോങ് വുഡിൻ്റെ മരണവാർത്ത കേട്ട് ഗ്രിഗറി ബ്രൗൺ തലയ്ക്ക് കൈയും കൊടുത്തിരുന്നു പോയി. $10 കോടി തനിക്ക് നഷ്ടപ്പെട്ടത്. ആരോടൊന്നില്ലാതെ ഗ്രിഗറി ബ്രൗൺ പിറുപിറുത്തു. സ്ട്രോങ് വുഡിനെ കുറിച്ച് എല്ലാം ചിക്കിച്ചികഞ്ഞു. ഡിറ്റക്റ്റീവ് റോഗർ തൻ്റെ ഇൻവെസ്റ്റിഗേഷൻ തുടർന്നു. ഞെട്ടിക്കുന്ന പല വിവരങ്ങളും റോഗർ പുറത്തു കൊണ്ടുവന്നു. കാലാകാലങ്ങളായി അയാൾ നടത്തിയ പല തട്ടിപ്പുകളും വെളിവായി. പ്രാചീന കാലത്ത് മമ്മികളാണെന്ന് പറഞ്ഞ് സ്ട്രോങ് വുഡ് നൽകിയ മമ്മികളെല്ലാം തന്നെ അയാൾ നിർമ്മിച്ച ഡ്യൂപ്ലിക്കേറ്റ് മമ്മികളായിരുന്നു. എന്നാൽ ഗ്രിഗറി ബ്രൗണിന് വേണ്ടി കടലിൽ നിന്നും കണ്ടെടുത്ത മമ്മി മാത്രമായിരുന്നു യഥാർത്ഥം. അത് ദുരന്തങ്ങൾ വാരി വിതറി. ആ ദുരന്തത്തിൽ തന്നെ സ്ട്രോങ് വുഡും കഥാവശേഷനായി. മമ്മിയുടെ ശാപകഥ അവസാനത്തെ ഇര എന്നെഴുതിയ റോഗർ ആ ഫയൽ ക്ലോസ് ചെയ്തു. പണമെടുക്കാൻ വേണ്ടി ആരോ ആണ് സ്ട്രോങ് വുഡിനെ കൊന്നതെങ്കിലും തെളിവുകളൊന്നുമില്ലായിരുന്നു. ഒടുവിൽ കേസ് എഴുതി തള്ളാനേ പോലീസിന് കഴിഞ്ഞുള്ളൂ. ആ രാത്രി തൻ്റെ ബംഗ്ലാവിൽ ഗസ്നിയും ടെൽമയും സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. 1-2 പരിചാരകരും ഡ്രൈവറും അടക്കം 3 വേലക്കാരും അവിടെ ഉണ്ടായിരുന്നു. ഇവിടെ വരുമ്പോൾ നീയാണ് എൻ്റെ ഭാര്യ, അവളുടെ കവിളത്ത് അമർത്തി ചുംബിച്ചുകൊണ്ട് ഗസ്നി പറഞ്ഞു. ടെൽമ വളരെ സുതാര്യമായ ഒരു ഉറക്കറ വസ്ത്രമാണ് ധരിച്ചിരുന്നത്. അതിനുള്ളിലെ അവളുടെ കൊഴുത്ത അവയവങ്ങളുടെ തുടിപ്പും മുഴപ്പും കാണാമായിരുന്നു. സാബ് എന്നെ മാരേജ് ചെയ്യുമോ? ടെൽമ ഒരു സാധാരണ പെണ്ണിനെ പോലെ ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ ഞാൻ എത്ര എണ്ണത്തിനെ കഴിക്കേണ്ടി വരും മോളെ? ഗസ്നി ചിരിച്ചു. അപ്പം മമ്മി പേടകം ഇരിക്കുന്ന സ്വീകരണ മുറിയിൽ നിന്നും നേരിയൊരു കാറ്റിൻ്റെ അലകൾ ഉയർന്നു വരുന്നത് ആരും അറിഞ്ഞില്ല. വേലക്കാരെല്ലാം ഉറക്കം പിടിച്ചു കഴിഞ്ഞിരുന്നു. നിനക്ക് മദ്യം വേണോ? ഓരോ പെഗടിച്ചാൽ നല്ലൊരു സുഖമുണ്ടാകും. ടെൽമയെ മാറ്റിയിട്ട് ഗസ്നി എണീറ്റ് പോയി. കബോർഡ് തുറന്ന് ഗ്ലാസുകളും മദ്യക്കുപ്പികളുമായി വന്നു. അയാൾ 2 ഗ്ലാസുകളുമായി ഷീവാസ് റീഗൽ ഒഴിച്ചു. വെള്ളമൊഴിക്കാതെ തന്നെ അയാളൊരു പെഗ് അകത്താക്കി. വെള്ളമൊഴിച്ച് ഒരു ഗ്ലാസ് ടെൽമയ്ക്ക് നേരെ നീട്ടി. അത് വാങ്ങി കുടിക്കാനായി ചുണ്ടോടടുപ്പിച്ച ടെൽമ അലറിക്കരഞ്ഞു. ഗ്ലാസ്സിൽ മദ്യത്തിന് പകരം കൊഴുത്ത ചോര. ടെൽമ വീണ്ടും മദ്യം നിറച്ച ഗ്ലാസ്സിലേക്ക് പേടിയോടെ നോക്കി. കൊഴുത്ത ചോര. ഗ്ലാസ്സിനുള്ളിൽ ഒരു ചലനം. രക്തത്തിനുള്ളിൽ നിന്നും ഒരു സർപ്പത്തിൻ്റെ തല ഉയർന്നു വരുന്നു. അതിൻ്റെ അഗ്രം പിളർന്ന് നാവ് നീട്ടി. ടെൽമയുടെ കയ്യിൽ നിന്നും ഗ്ലാസ് താഴെ വീണുടഞ്ഞു. തറയാകെ ചോര പടർന്നു. അവൾ നിലവിളിച്ചുകൊണ്ട് വാതിൽക്കലേക്ക് കുതിച്ചു. ഒന്നും മനസ്സിലാക്കാതെ സ്തംഭിച്ചു നിൽക്കുകയായിരുന്നു മുഹമ്മദ് ഗസ്നി. ടെൽമേ, അയാൾ പരിഭ്രാന്തിയോടെ വിളിച്ചു. പക്ഷേ അവൾ വിളി കേട്ടില്ല. ബഹളം കേട്ട് പരിചാരകർ ഉണർന്നെണീറ്റ് വന്നു. അവർക്കാർക്കും ഒന്നും മനസ്സിലായില്ല. ടെൽമ വിളിച്ചുകൊണ്ട് ഗസ്നി പിന്നാലെ ചെന്നു. അപ്പോൾ ഭ്രാന്തി പിടിച്ചതുപോലെ അവൾ മുറിക്കുള്ളിലൂടെ അലറിക്കൊണ്ട് ഓടി നടക്കുകയായിരുന്നു. അടുത്ത നിമിഷം മേശപ്പുറത്തിരുന്ന കൈത്തോക്ക് അവൾ കണ്ടു. പെട്ടെന്ന് ടെൽമ തോക്കെടുത്തു. ടെൽമ, അരുത്, അവേഗം കാണിക്കരുത്. അയാൾ മിന്നൽ വേഗത്തിൽ തോക്കിൻ കുഴൽ വായ്ക്കകത്തേക്ക് കടത്തി. അവൾ തന്നെ ട്രിഗർ അമർത്തി. ടെൽമയിൽ നിന്നും ഒരലർച്ചയുണ്ടായി. തലയ്ക്ക് പിന്നിൽ ഒരു ദോരം വീണു. അവളുടെ കയ്യിൽ നിന്നും തോക്ക് തെറിച്ചു വീണു. മെസ്സയ്ക്ക് തറയിൽ വീണ ടെൽമ നിശ്ചലയായി. കൊഴുത്ത രക്തം തറയാകെ പടർന്നു. ഗ്രിഗറി ബ്രൗണനും ഫാക്ടറിയിൽ ഉണ്ടായിരുന്ന ദുരന്തങ്ങൾ മിന്നൽ പോലെ ഗസ്നിയുടെ മനസ്സിലൂടെ പാഞ്ഞുപോയി. ഗസ്നിയുടെ ഡ്രൈവർ സാലി ഫ്രോഡർ ആ കാഴ്ചകൾ കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഗസ്നി ടെൽമയോട് എന്തോ അപമര്യാദയെ പെരുമാറിക്കാണുമെന്ന് സാലി ഫ്രോഡർക്ക് മനസ്സിലായി. അയാൾ ഗസ്നിയെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടായി. പകച്ചു നിൽക്കുകയായിരുന്നു ഗസ്നി. യാതൊരു പ്രകോപനവുമില്ലാതെ ടെൽമ വെടിവെച്ച് മരിച്ചത് എന്തിനാണെന്ന് ഗസ്നിക്ക് മനസ്സിലായില്ല. ടെൽമയുടെ ശോകം ഇവിടെ കിടന്നാൽ തനിക്ക് ആപത്താണ്. ഗസ്നി തൻ്റെ 2 പരിചാരകരെ വിളിച്ചു. എത്രയും വേഗം ഈ ശവം ചതുപ്പിൽ താഴ്ത്തണം. യാതൊരു തെളിവും അവശേഷിപ്പിക്കരുത്, ഗസ്നി പറഞ്ഞു. അവർ ശവശരീരം എടുത്തു കൊണ്ടുപോയി.
ഒരാൾ തറയിൽ പടർന്നു കിടന്ന രക്തം കഴുകി വൃത്തിയാക്കി. സാലി ഫ്രോഡൽ എല്ലാം മറിഞ്ഞു നിന്ന് കാണുകയായിരുന്നു. അയാൾ ഇഷ്ടപ്പെട്ടിരുന്ന പെണ്ണായിരുന്നു ടെൽമ. അവളെ വിവാഹം കഴിക്കണമെന്ന് അയാൾ ആഗ്രഹിച്ചിരുന്നു. രാവിലെ തന്നെ സാലി ഫ്രോഡൽ പോലീസിന് ഫോൺ ചെയ്തു. ഗസ്നിയുടെ ബംഗ്ലാവിൽ ഒരു കൊല നടന്നിട്ടുണ്ടെന്നും ശവം വീടിന് പിന്നിലുള്ള ചതുപ്പിൽ താഴ്ത്തിയിട്ടുണ്ടെന്നും അയാൾ പറഞ്ഞു. മുഹമ്മദ് ഗസ്നി പുറത്തേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് ഡിറ്റക്റ്റീവ് റോഗറിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ബംഗ്ലാവിലേക്ക് വന്നത്. ഇവിടെ ഒരു കൊലപാതകം നടന്നിട്ടുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞു മിസ്റ്റർ ഗസ്നി, റോഗർ പറഞ്ഞു. ഗസ്നിയുടെ മുഖം കടലാസ് പോലെ വിളറി വെളുത്തു. സെർച്ച്, റോഗർ നിർദ്ദേശിച്ചു. പോലീസ് സംഘം അകത്തേക്ക് പോയി അവർ ഓരോ മുറിയും വിശദമായി പരിശോധിച്ചുകൊണ്ട് ഇരുന്നു. സാർജന്റ് ജോസഫ് ഫാരഡേ ഷോക്കേസിന് സമീപമുള്ള മുറിയുടെ തറ മാത്രം കഴുകിയിരിക്കുന്നത് കണ്ടു. ലെൻസിൻ്റെ സഹായത്തോടെ അവിടെ പരിശോധിച്ചു. പൊട്ടുകളിലും വിടവുകളിലും ചോരക്കറ പറ്റിയിരിക്കുന്നത് ഫാരഡേ കണ്ടു. നിലത്ത് കുത്തിയിരുന്ന് അയാൾ ചോരപ്പാടിലൂടെ വിരലോടിച്ചു. അപ്പോൾ വിരലിൽ ചോര പറ്റി. ഉണങ്ങാത്ത ചോര. ഫാരഡേ ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റു. ചെറിയൊരു വിടവിൽ നിന്നും ചോര പുറത്തേക്ക് വരുന്നു. ഫാരഡേ മെസ്സേക്ക് തറയിൽ കൈ ചുരുട്ടി ഇടിച്ചു. ചതുരത്തിൽ ഒരു വിടവുണ്ടായി. അതിനുള്ളിൽ നിന്നും ചോര ഉറയ്ക്കാതെ തളം കെട്ടിക്കിടക്കുന്നു. തൻ്റെ മുഖം അതിൽ പ്രതിഫലിക്കുന്നത് കണ്ട് ഫാരഡേ ഭയന്നുപോയി. ആ തറ മുട്ടത്തോടുപോലെ പൊട്ടിത്തകരുന്നത് ഫാരഡേ കണ്ടു. ചോര തിളയ്ക്കുന്ന പോലെ കുമിളയും ആവിയും ഉണ്ടായി. അതിൽ നിന്നും അഴുകി ദ്രവിച്ച 2 കൈപ്പത്തികൾ ഉയർന്നു വന്നു. ആ രംഗം കണ്ട് അയാൾ നടുങ്ങി വിറച്ചു. ആ കൈകൾ ഫാരഡേയുടെ കാലിൽ പിടികൂടി. അയാൾ നിലവിളിച്ചുകൊണ്ട് കാൽ പിൻവലിച്ചുവെങ്കിലും പിടി മുറുകിയതേയുള്ളൂ. അടുത്ത നിമിഷം ആ കൈകൾ അയാളെ വലിച്ച് ചോരയ്ക്കകത്തേക്കിട്ടു. അധ്യായം 11. ഫാരഡേയുടെ മുഖത്ത് ചുറ്റിലും ചോര തെറിച്ചു വീണു. ആ ചോരയ്ക്ക് നടുവിൽ ഒരു ഭീകരരൂപം കണ്ട് ഫാരഡേ നിലവിളിച്ചു. അയാൾ ഭീതിയോടെ ചോരയ്ക്കുള്ളിൽ നിന്നും മുറിയിലേക്ക് ഇഴഞ്ഞു കയറി. ആ ഭീകരരൂപത്തിൻ്റെ കൈകൾ അയാളെ വീണ്ടും പിടിക്കാനായി വന്നു. ഫാരഡേ കാൽ കുതറിച്ചു. അയാൾ നിലവിളിച്ചുകൊണ്ട് നിലത്തേക്ക് വീണു. ആ രംഗം കണ്ടുകൊണ്ടാണ് റോഗർ കയറി വന്നത്. ഫാരഡേ, അയാൾ വിളിച്ചു. ഭ്രാന്ത് പിടിച്ചവനെ പോലെയായിരുന്നു ഫാരഡേയുടെ അവസ്ഥ. അയാൾ ഭീതിയോടെ ചുറ്റും നോക്കി. ആ തറയിൽ നേരിയ ഒരു പൊട്ടൽ പോലും കണ്ടില്ല. സംഭവിച്ചതൊന്നും അത്ര പെട്ടെന്ന് മറക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. ഫാരഡേ, എന്താണ് ഉണ്ടായത്? റോഗർ തിരക്കി. അയാൾ മടിച്ചു പിടിച്ച് ഉണ്ടായ അനുഭവം പറഞ്ഞു. താങ്കൾ മദ്യപിച്ചിട്ടൊന്നുമല്ലല്ലോ ഡ്യൂട്ടിക്ക് വന്നത്? റോഗർ ചോദിച്ചു. അല്ല സാർ, പക്ഷേ ഈ വീട്ടിൽ ആരെങ്കിലും മന്ത്രവാദികൾ കാണുമെന്ന് ഫാരഡേക്ക് തോന്നുന്നു. എവിടെയാണ് ചതുപ്പ് നിലം? ഒരു ജോലിക്കാരനോട് റോഗർ തിരക്കി. വരൂ സാർ, ഞാൻ കാണിച്ചു തരാം, അയാൾ പറഞ്ഞു. പോലീസ് സംഘം അയാൾക്ക് പിന്നാലെ ചതുപ്പിലേക്ക് പോയി. റോഗറിൻ്റെ നേതൃത്വത്തിൽ അവിടെ ഒരു അന്വേഷണം നടത്തിയെങ്കിലും കാര്യമായ തെളിവുകളൊന്നും അവർക്ക് ലഭിച്ചില്ല. പോലീസ് സംഘം തിരിച്ചുപോയി. പക്ഷേ സാലി ഫ്രോഡർ അടങ്ങിയിരുന്നില്ല. ഗസ്നിയുടെ ഓരോ നീക്കങ്ങളും അയാൾ ശ്രദ്ധിച്ചുകൊണ്ടായിരുന്നു. ഫ്രോഡർ ഒരു മാഗസിൻ വായിച്ചുകൊണ്ടിരുന്നു. ടെൽമയുടെ മുഖം മനസ്സിൽ നിന്ന് മായുന്നില്ല. അവളുടെ അന്ത്യരംഗം താൻ മരിച്ചാൽ കൂടി മറക്കില്ലെന്ന് അയാൾക്ക് തോന്നി. പുറത്തു നേരിയ നിലാവുണ്ടായിരുന്നു. അതിൻ്റെ അനുരണനം ജനാലയിൽ പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. സാലി ഫ്രോഡർ നേരിയ മയക്കത്തിലേക്ക് വഴുതി വീണു. താഴത്തെ നിലയിലുള്ള വാൾ ക്ലോക്ക് 12 പ്രാവശ്യം ശബ്ദിച്ചു. മിസ്റ്റർ ഫ്രോഡർ, പതിഞ്ഞ ശബ്ദത്തിൽ ആരോ 2-3 ആവർത്തി തന്നെ വിളിക്കുന്നത് കേട്ട് അയാൾ കണ്ണു തുറന്നു. മങ്ങിയ നിലാവെളിച്ചത്തിൽ ജനാലയിലൂടെ പുറത്ത് ആരോ നിൽക്കുന്നത് ഫ്രോഡർ കണ്ടു. അയാൾ എഴുന്നേറ്റ് വന്ന് വാതിൽ തുറന്നു. പുറത്ത് ചന്ദ്രികാ പ്രകാശത്തിൽ ഒരു സ്ത്രീ നിൽക്കുന്നത് സാലി ഫ്രോഡർ കണ്ടു. ആരാണത്? അപ്പോൾ അവൾ നേരിയ ഇരുളിൽ നിന്നും പ്രകാശത്തിലേക്ക് കയറി നിന്നു. സാലി ഫ്രോഡർ ഞെട്ടിപ്പോയി. മരിച്ചുപോയ ടെൽമയായിരുന്നു അത്. മരിച്ച അങ്ങ് ധരിച്ചിരുന്ന വെളുത്ത നൈറ്റ് ഗൗണായിരുന്നു അവളുടെ വേഷം. വായ്ക്കുള്ളിൽ വെടിവെച്ച് മരിച്ച ടെൽമ. ശവം ചതുപ്പിൽ താഴ്ത്തിയത് താനും കണ്ടതാണ്. സാലി ഫ്രോഡറിൻ്റെ കാലടികൾ വിറയലുണ്ടായി. അയാൾ ഒരിക്കൽ കൂടി അവളെ നോക്കി. ആ പ്രകാശത്തിൽ കല്ലറയ്ക്ക് പുറത്തു നിൽക്കുന്ന ഒരു പ്രേതത്തെ അനുസ്മരിക്കുന്നത് പോലെയായിരുന്നു അവളുടെ രൂപം. അപ്പോൾ നേരിയ കാറ്റടിച്ചു. ആ കാറ്റിൽ അവളുടെ ബ്രൗൺ മുടിയിഴകൾ പാറിപ്പറന്നു. മിസ്റ്റർ ബ്രോഡോ, പറന്നുപോയോ? മയന്നുപോയോ നിങ്ങളെന്നെ? പുറത്തേക്ക് വരൂ. മാന്ത്രിക വിദ്യയ്ക്ക് അടിമപ്പെട്ടതുപോലെ സാലി ഫ്രോഡൽ അവളുടെ അടുത്തേക്ക് ചെന്നു. വരൂ, പോകാം. അവൾ അയാളുടെ കൈകൾ പിടിച്ചു നടന്നു. അവൾ മുമ്പോട്ട് നടന്നു. പിന്നാലെ സ്വപ്നാടനത്തിലെന്ന പോലെ സാലി ഫ്രോഡറും. ആ യാത്ര നിലച്ചത് ചതുപ്പ് നിലത്തിന് മുമ്പിലായിരുന്നു. വരൂ. അവൾ ചതുപ്പ് നിലത്തിലേക്ക് ഇറങ്ങി. അവൾക്കൊപ്പം അയാളും വലതുകാൽ ചതുപ്പിലേക്ക് വെച്ചു. അയ്യോ! ഉറക്കത്തിൽ നിന്നെന്ന പോലെ സാലി ഫ്രോഡർ ഞെട്ടി ഉണർന്ന് നിലവിളിച്ചു. അയാൾ ചതുപ്പിലേക്ക് വീണു. ഒരു പിടിവള്ളിക്കായി അയാൾ ചുറ്റും നോക്കി. ടെൽമയുടെ അവിടെയെങ്ങും ആരും ഉണ്ടായിരുന്നില്ല.
അപ്പോൾ ടെൽമയുടെ പൊട്ടിച്ചിരി എവിടുന്ന് മുഴങ്ങിക്കേട്ടു. അയാളൊന്ന് പിടഞ്ഞു. അടുത്ത നിമിഷം ചതുപ്പിന് മുകളിലേക്ക് 2 കൈകൾ ഉയർന്നു വന്നു. അഴുകി ദ്രവിച്ച അസ്ഥികൾ മാത്രം ശേഷിക്കുന്ന കൈകളായിരുന്നു അവ. സാലി ഫ്രോഡറിനെ ആ കൈകൾ അഗാധത്തിലേക്ക് വലിച്ചു താഴ്ത്തി. ചെളി നിറഞ്ഞ വെള്ളത്തിന് മുകളിൽ ഒരു കുമിളവും ഉയർന്നു വന്നു. പിന്നെ വെള്ളം നിശ്ചലമായി. രാവിലെ കാറിറക്കാൻ സാലി ഫ്രോഡറിനെ വിളിക്കുമ്പോഴാണ് അയാൾ ബംഗ്ലാവിൽ ഇല്ലെന്ന കാര്യം ഗസ്നി അറിഞ്ഞത്. രാത്രി വരെ അയാൾ മുറിക്കുള്ളിലുണ്ടായിരുന്നു, ഒരു പരിചാരകൻ പറഞ്ഞു. അപ്പോഴാണ് പുറത്തുനിന്നും മറ്റൊരു പരിചാരകൻ ഓടിക്കിതച്ചു വരുന്നത്. പ്രിയമുള്ളവരെ, ഈ നോവൽ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത അധ്യായമായി നാളെ നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സന്തോഷത്തോടെ